ഭാഗവതം വായിക്കാൻ അവസരം തന്ന നാരായണന് നന്ദി. ഗീതാധ്യാനം. വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മൻ, ദ്രോണൻ എന്ന രണ്ടു കരകളും ജയദ്രഥനാകുന്ന ജലവും ഗാന്ധാരനെന്ന കറുത്ത പാറയും ശല്യനെന്ന മുതലയും കൃപനെന്ന ഒഴുക്കും കർണനെന്ന വേലിയേറ്റവും അശ്വത്ഥമാവ്, വികർണൻ എന്നീ ഭയങ്കര സ്രാവുകളും ദുര്യോധനൻ എന്ന ചുഴിയും കൊണ്ട് ഇറങ്ങാൻ വയ്യാത്ത പടക്കളമാകുന്ന പെരുമ്പുഴ കടത്തുകാരനായ ഭഗവാന്റെ കനിവ് മാത്രം കൊണ്ട് ആ പാണ്ഡവന്മാർ കടന്നു കരപറ്റി. പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസിലുണ്ടായതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അൽപ്പികളുള്ളതും ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ദിവസവും വന്നു തേൻ കുടിക്കുന്നതും മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമ്മുടെ കലിമലത്തെ അകറ്റുന്നതാകട്ടെ. ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നതും മുടന്തൻ മല കയറുന്നതും പരമാനന്ദ സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു. ഗീതാധ്യാനം അവസാനിക്കുന്നു. നാളെ ഗീതാ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാം.